ദൈവവചനം കേൾക്കുന്നതും ദൈവവചനം വായിക്കുന്നതും ദൈവവചനം പ്രമാണിക്കുന്നതും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹകരമായൊരു അവസ്ഥയാണ്. അന്നേരം ഇന്ന് പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഇത് ഏത് സമയത്തെങ്കിലും കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഭാഗ്യകരമായ അനുഗ്രഹകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് വായിക്കുവാൻ പോകുന്നത് റിവലേഷൻ, അതായത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജലനദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാവുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു. Let us read in English. Then the angel showed me the river of the water of life, bright as crystal, flowing from the throne of God and of the Lamb. Though the middle of the street of the city, also on either side of the river, the tree of life with its 12 kinds of fruit, yielding its fruit each month. The leaves of the tree were for the healing of the nations. No longer will there be anything accursed, but the throne of God and of the Lamb will be in it, and his servants will worship him. They will see his face, and his name will be on their foreheads, and night will be no more. They will need no light of lamp or sun, for the Lord God will be their light, and they will reign forever and ever. And he said to me, these words are trustworthy and true, and the Lord, the God of spirit of the prophets, has sent his angel to show his servants what must soon take place. Amen.